കേരളത്തിലെ 101 തിയേറ്ററുകളിൽ വിജയകരമായിട്ടൊരു ചിത്രം ഓടുമ്പോൾ അതിൻ്റെ പ്രധാന വിജയശില്പിക്ക് ഒപ്പം ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കൈയടിക്കണ്ട. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ ആകമാനം തന്നെ ഈ ഒരു കൈയടി ദിവസങ്ങളിൽ പല വട്ടങ്ങളിലായിട്ടും ഉണ്ടാകുന്നുണ്ട്. അത് അനുഭവിച്ചവർക്ക് വ്യക്തമായിട്ടറിയാം. ശിക്കാർ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിനാണ് തീർച്ചയായും ഇങ്ങനൊരു കൈയടി തിയേറ്ററുകളിൽ ഉണ്ടാകുന്നത് എന്നത് ഏറെ മലയാള സിനിമയെ സംബന്ധിച്ച് സന്തോഷം പകരുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ലാലേട്ടൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട്. താങ്ക് യു. ചിത്രത്തിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചിത്രത്തിൽ ലാലേട്ടൻ്റെ എൻട്രിയാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ. അതും എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒരു ലോറി ഡ്രൈവറായി, പ്രത്യേകിച്ചൊരു ഈറ്റ നിറച്ചൊരു ലോഡുമായിട്ട് വന്നിറങ്ങുമ്പോൾ ഉള്ളൊരു ലാലേട്ടൻ ടച്ച് പ്രേക്ഷകരെ സഹർഷം സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് ബലരാമൻ. പറയും ബലരാമൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഈ ചിത്രത്തിൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ എന്നെ ആകർഷിച്ച ഒരു ഘടകം അതാണ്. കാര്യം വളരെ കാലത്തിന് ശേഷമാണ് കാടുകളിലൊരു ഷൂട്ടിങ്ങിന്. അത് ഈറ്റക്കാടുകൾ പലർക്കും അപരിചിതമാണ്. വളരെ കാലം മുമ്പ് ഈറ്റ എന്നൊരു സിനിമ എടുത്തതിന് ശേഷം ആ ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഒരു ഈറ്റക്കാടുള്ളത് കേരളത്തിലാണ്. വളരെ ചുരുക്കം കാടുകളേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ഒരു പ്രത്യേകതയാണ്. അവിടെ ഒരു 6 മാസം ആകുമ്പോഴത്തേക്ക് ആ വെട്ടുന്ന സമയത്തേക്ക് ഒരു ടൗൺഷിപ്പ് അങ്ങ് ഉണ്ടാകുകയാണ്. അതിൽ ഒരുപാട് ആൾക്കാർ വരും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് അവർ തിരിച്ചും പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പൂയംകുട്ടി എന്ന് പറയുന്ന സ്ഥലം വളരെ അത്യപൂർവമായിട്ട് ആൾക്കാർ കണ്ടിട്ടുള്ളൂ. കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന സ്ഥലമാണെങ്കിൽ തന്നെയും അപ്പോൾ അതിൽ ജീവിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ തന്നെ വളരെ പ്രത്യേകതയുണ്ട്. കാര്യം ടൗണുമായിട്ടൊന്നും അധികം ബന്ധമില്ലാത്ത ഒരു സ്ഥലമാണല്ലോ അത്. പിന്നെ കഥയായിട്ട് നോക്കുമ്പോഴും അദ്ദേഹം പലരിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒരു ഏകാന്തതയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതെന്തുകൊണ്ടാണെന്നും അതിൻ്റെ ഒരു ക്ലൈമാക്സുമാണ് ആ കഥ. അപ്പോൾ തീർച്ചയായിട്ടും ബലരാമൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ പച്ചയായ ഒരു സംഘം മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിനാണ് നമ്മൾ ആദ്യമായിട്ട് അത് അംഗീകരിച്ചത്. അതിനെ വളരെ നന്നായിട്ട് ചിത്രീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ സിനിമ 2 രീതിയിലാണ്. ഒന്ന് വളരെ പച്ചയും കാടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലവും, രണ്ടാമത് തെലുങ്കാനയിലെ വളരെ ചൂട് പിടിച്ച പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലവും. അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് തന്നെ 2 സ്റ്റോക്കിലാണ്. ആ സിനിമ ഫിലിം ഈ ഗ്രീനറിക്ക് ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റോക്കും, പിന്നെ ആ ഒരു റെഡ്, ഒരു ചുമന്ന തീ പിടിച്ച പോലത്തെ ഒരു അവസ്ഥയിലുള്ള അതിന് വേണ്ടിയിട്ട് വേറെ സ്റ്റോക്കൊക്കെ വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ ആ സിനിമയ്ക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ബലരാമൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം സന്തോഷം പകരുന്നതും വളരെ ശക്തമായ ഒരു കഥാപാത്രമാണ്. എറണാകുളം കവിതാ തിയേറ്ററിൽ ചിത്രം കണ്ടിറങ്ങിയ മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ തമ്പി കണ്ണന്താനത്തിൻ്റെ അഭിപ്രായം, ഒരുപക്ഷെ മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു ക്യാമറ വർക്കുള്ളത് എന്നുള്ളത്. റിസ്കി ഷോട്ട്സ്, വളരെയധികം സാഹസികമായിട്ട് തന്നെയുള്ള സീൻസ്. മലയാള ചലച്ചിത്ര ലോകത്തിന് തന്നെ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്ന് പറയുന്നു. ആ ചിത്രം കണ്ടവർക്കറിയാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്ലൈമാക്സ്. മാത്രമല്ല പല പല സീൻസിലും നിത്യേന കണ്ടു ശീലിക്കുന്ന ലാലേട്ടൻ്റെ പ്രൊഫൈൽ ഏത് രീതിയിലാണ് ഒരു ക്യാമറമാൻ മിസ്റ്റർ മനോജ് പിള്ള ക്യാമറയുടെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഷോട്ട്സിൻ്റെ പശ്ചാത്തലം എന്തു തോന്നുന്നു? ഇങ്ങനെയുള്ള എത്രയോ ചിത്രങ്ങളിലൂടെ മനോജ് പിള്ള എപ്പോഴും മനോജ് പിള്ള സന്തോഷ് ശിവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കാലം മുതലേ എനിക്കറിയാം. ആദ്യത്തെ സിനിമ തന്നെ കാലാപാനി എന്നുള്ള സിനിമയിലാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്തരം രംഗങ്ങൾ എടുക്കാൻ നമുക്ക് എളുപ്പം പറ്റില്ല എന്ന് പറയാം. അയ്യോ അങ്ങനെ ഷോട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ അതെങ്ങനെ ഷോട്ട് എടുക്കാമെന്ന് ആലോചിക്കുന്ന ഒരാളാണ് നമുക്കൊരു പ്രചോദനം തരുന്നത്. അത്തരത്തിൽ ആ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ എങ്ങനെയൊക്കെ പിന്നെ ഏതൊക്കെ രീതിയിൽ നമുക്കിതിനെ നന്നാക്കാമെന്നുള്ള ഒരു ധാരണ അദ്ദേഹവും എടുത്തു എന്നുള്ളതാണ്.
റിസ്ക് എന്ന് പറയുന്നത് പിന്നെ ഒരു ഫിസിക്കൽ റിസ്ക്കാണ് കൂടുതൽ. നമ്മൾ ആ സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലാൻ, ഇപ്പോൾ സിനിമ കാണുന്നവർക്ക് ഇതെന്ത് റിസ്ക് എന്ന് വേണമെങ്കിൽ തോന്നാം, പക്ഷേ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയ പ്രയാസം തന്നെയാണ്. ഒന്നാമത് അവിടെ ഒരു പ്രോപ്പർ പെർമിഷൻ ഇല്ലാത്ത സ്ഥലമാണ്. പിന്നെ വളരെയധികം ആൾക്കാർ ആത്മഹത്യയും ഒരുപാട് മർഡറൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം ഫെൻസ് ചെയ്തിട്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു സ്ഥലത്ത് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. ഇതിനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണുകയും അവസാനം ഇതിൻ്റെ പിന്നെ ഫൈറ്റ് മാസ്റ്ററായ ത്യാഗരാജൻ മാസ്റ്ററാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ നമ്മൾ പറയുകയുണ്ടായി. ഒന്നാമത് അതിന് ഡെവിൾസ് കിച്ചൺ എന്നാണ് പേര്. ആ കൊടൈക്കനാലിലെ മുഴുവൻ പിന്നെ എന്താ പറയണ്ടേ, ഈ ഫോഗ് അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, താഴെ നിന്ന്. അതുകൊണ്ടാണ് എപ്പോഴും അതിനെ ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്നത്. ഏത് നിമിഷവും വന്ന് ഫോഗ് കൊണ്ട് മൂടിക്കളയാം. അപ്പോൾ ഭയങ്കരമായ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാത്തൊരു സ്ഥലമാണ്. എപ്പോൾ വേണേലും മഴ പെയ്യാം, എപ്പോൾ വേണേലും ഫോഗ് വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ അതെല്ലാം മറികടന്ന് ഈ ത്യാഗരാജൻ മാസ്റ്റർ പറഞ്ഞ് ഇതുപോലൊരു ക്ലൈമാക്സ് ഇനി മലയാള സിനിമയിൽ ഉണ്ടാകില്ല, അത് മുതൽ ഞാൻ എടുത്തു തരാം. തീർച്ചയായിട്ടും അതിനൊക്കെ നമ്മൾ സഹകരിച്ചു. അതിൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ, അതിൻ്റെ കൂടെ ഈവൻ ഒരു പ്രൊഡക്ഷൻ ബോയ്, ഒരു വെള്ളം തരുന്ന ഒരാൾ പയ്യൻ പോലും ഒരു വൈമനസ്യവും കൂടാതെ അത്രയും കഷ്ടപ്പെട്ട് അതിൻ്റെ പുറകെ നടക്കുക എന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ ഫിസിക്കൽ റിസ്ക് ആയിരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്നതായിരുന്നു. കാല് നടറിയാൽ അല്ലെങ്കിൽ ആർക്ക് വേണേലും എന്തും സംഭവിക്കാവുന്നൊരു സ്ഥലത്താണ്. ഭയങ്കര വഴുക്കലുള്ള സ്ഥലമാണ്. അപ്പോൾ സിനിമ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളെ കാണുള്ളൂ. അതിൻ്റെ ഭയങ്കര ഭീകരമായ ഒരു സ്ഥലമാണ് ഡെവിൾസ് കിച്ചൺ. ராமா, நமக்கு பின்னாடி அவங்க தான் நிழல் போல இருக்காங்க. ஐம் ஷூர் அபவுட் இட். നല്ല കായലോരം, നിറയെ മരങ്ങളും കിളികളും എല്ലാം ഉണ്ട്. തീർത്തൊരു ഗ്രാമീണനെ പോലെ ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോറിയിൽ നിന്ന് പണ്ട് കാലത്ത് കണ്ട് ശീലിച്ച മീശയുടെ ഇവിടെ ഒരു ചെറിയൊരു കർവുമായിട്ട് പതിവ് ശൈലിയുമായിട്ട് ലാലേട്ടൻ സ്ക്രീനിലേക്ക് എത്തുന്നത്. സാധാരണ പ്രേക്ഷകർക്ക് അക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമും ഓരോരോ സുഖം സമ്മാനിക്കുക. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ഒരു ചിത്രത്തിലും. ഒരച്ഛനാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, നല്ല സുഹൃത്താണ്, നല്ല ഡ്രൈവറാണ്, നല്ല ഫൈറ്ററാണ്. അതേപോലെ തന്നെയുള്ള ഓരോരോ ഘട്ടങ്ങളിലും ഓരോന്നായിട്ട് ഇങ്ങനെ മാറുക. ഒരു മുൻവിധി ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഒരു പ്രേക്ഷകന് ലാസ്റ്റ് ഫ്രെയിം വരെ. ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്, എൻ്റെ ക്ലൈമാക്സ് എന്താണ്, ലാസ്റ്റ് ഫ്രെയിം വരെ അല്ലേ? അങ്ങനത്തെ ഒരു സുഖം തോന്നിയിരുന്നു എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ സമയത്തും. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്ന ആ വ്യക്തിയെ മനസ്സിലാക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും ആ സിനിമയിൽ എടുത്തിരുന്നു. അതുകൊണ്ടാണ് പലരിലേക്കും അത് ഡൈവേർട്ട് ചെയ്ത് വിട്ടത്. പിന്നെ ഈ ബലരാമൻ എന്ന് പറയുന്ന ആൾ ഇത്രയും ഭയങ്കര ധൈര്യശാലിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്തോ ഒരു ഭയം പിന്തുടരുന്നുണ്ട്. അതിൻ്റെ ഒരു പകപ്പായ അദ്ദേഹത്തിനുണ്ട് എപ്പോഴും. കാര്യം അയാൾ ഇത് ഒരു നീതിയുടെയൊക്കെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം അല്ലേ? തീർച്ചയായിട്ടും പണ്ട് വേറൊരാളുടെ വാക്കിനെ തുടർന്ന് ചെയ്ത ഒരു പ്രവൃത്തിയുടെ അനിശ്ചിത ഫലമാണ് അദ്ദേഹം കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് 15 വർഷമായിട്ട് ഞാൻ ഓടുകയാണ്, ഇനിയെങ്കിലും എനിക്ക് ഓടാതിരിക്കണം എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ ബലരാമൻ എന്ന് പറയുന്ന ആൾ സാധാരണ ഭൂമിയിൽ ജീവിക്കുന്ന ആളായിട്ടില്ലായിരുന്നു. ശരിക്കും ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് പണ്ടുകാലത്ത് അഭിനയിക്കുമ്പോഴും ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പത്മകുമാർ ഒരുക്കിയ സുരേഷ് ബാബു കഥ എഴുതിയ ശിക്കാറിൻ്റെ മെസ്സേജ് വണ്ടർഫുൾ. അത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയൊക്കെ വെച്ചിട്ട് ലാലേട്ടൻ എപ്പോഴും ഈവൻ അഡ്വർടൈസ്മെൻറ്റിലാണെങ്കിൽ കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ശുദ്ധമായൊരു മെസ്സേജ് തന്നെ റോൾ മോഡലാക്കുന്നവർക്ക് പബ്ലിക്കിന് നൽകാനായിട്ട് ബാധ്യസ്ഥനാണ് എന്നത് ഈ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതലായി. ഏത് ചിത്രത്തിലാണെങ്കിലും ശരി അതിൻ്റെ ഒരു മെസ്സേജാണ് ശരിക്ക് നമ്മുടെ മാവോയിസം അല്ലെങ്കിൽ നക്സലിസം എന്നൊക്കെ പറയുന്ന ചില അവസ്ഥയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. മറ്റു ചിത്രങ്ങളിൽ ഒരു പക്ഷേ അങ്ങനെ കണ്ടുകൊള്ളുന്നില്ല. അതേസമയം നമ്മുടെ നാട് ഇന്ന് ആവശ്യപ്പെടുന്ന ഒരു മെസ്സേജിൻ്റെ ഒരു 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 സുഖം. അതെ, അയാളെ ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ്. അതായത് ഈ ഭൂമി എല്ലാവർക്കും സ്വന്തമാണ് എന്നൊരു, അതാണ് ഒരു പക്ഷേ ഇവരെ സ്നേഹം കൊണ്ട് നമുക്ക് നമ്മുടെ വഴിയിൽ നടത്താൻ സാധിക്കും എന്ന് പറയുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് ആ സിനിമയിലുണ്ട്. പ്രതിഘട്ടിంచు പ്രതിഘട്ടിంచు సత్యమై ప్రతిధ్వనించు విప్లవాగ్ని జ్వాలవై జ్వలించు సోదరా అవతరించు అవతరించు కథన వ్యూహమే రచించి ధనమదాంధ శక్తుల నిర్జించు సోదరా. ഞാൻ പണ്ട് പ്രിയദർശൻ്റെ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം ഞങ്ങളൊരു പിക്നിക്ക് പോലെയാണ് സിനിമകൾ ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെയായിരുന്നു. ഇത്രയും വളരെ
യാത്രകളും പിന്നെ വളരെ വിഷമം പിടിച്ച സമയങ്ങളിലൊക്കെ എല്ലാവരും ഒന്ന് ചേർന്ന്, അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആൾക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉണ്ട്. അദ്ദേഹം രാജഗോപാൽ എന്ന് പറയുന്ന ആൾ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു നല്ല സിനിമ എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി വന്ന ആളാണ്. അല്ലാതെ മോഹൻലാലിനെ വെച്ചൊരു സിനിമ എടുക്കണം അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കണം എന്നുള്ളതല്ല. അപ്പോൾ അദ്ദേഹമൊക്കെ ഇതിൻ്റെ പുറകിൽ എന്ത് തന്നെ വന്നാലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. 10 ദിവസമൊക്കെ ഒരു ക്ലൈമാക്സ് എടുത്ത മലയാള സിനിമ അപൂർവമാണ്. അപ്പം അതിനു വേണ്ടി എല്ലാവരും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ഈ സിനിമയുടെ വിജയത്തിന് വലിയൊരു കാര്യമാണ്. ഈ ഇടക്കാലത്ത് പല ചാനൽ ചർച്ചകളിൽ അല്ലെങ്കിൽ മാസികകളിലൊക്കെ വന്നിരുന്നു, ഒരു കാലം അഭിനയിച്ചതിൻ്റെ പശ്ചാത്തലമല്ല മറ്റൊരു കാലത്തിലേക്ക് പ്രവേശിച്ചു ലാലേട്ടൻ തന്നെ അത് ഒരിക്കൽ പറയുകയും ചെയ്തു. ശരിയാണ്, അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം. അപ്പോൾ ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള കഥാപാത്രങ്ങളോ ജീവിതമോ തന്നെയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ പോസ്റ്ററുകൾ സൂചിപ്പിക്കുന്നത് അതല്ല. വർഷങ്ങൾക്ക് മുമ്പ് വന്ന അതേ പോസ്റ്റേഴ്സിന് എനർജിയാണ് ശരിക്കും യങ്സ്റ്റേഴ്സിന് ഇപ്പോൾ നൽകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു സിനിമയെ ആകർഷിക്കാനുള്ള ഒരു തന്ത്രം തന്നെയാണ്. ഇപ്പം നമ്മൾ ഇത്രയും ഭയങ്കര ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ സിനിമയിൽ അവരെ നിരാശപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ആ സിനിമകളിൽ അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കരമായ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുകയും കാണാൻ വരുന്ന സമയത്ത് അവർ ഹാപ്പി അല്ലാതായി പോയി. അപ്പോൾ ഈ സിനിമയിൽ ഷിക്കാർ എന്ന് പറയുന്നതിൻ്റെ ആ വാക്കിൻ്റെ തന്നെ ഒരു ഭയങ്കര ബലം അതിലുണ്ട്, ഫോഴ്സ് ഉണ്ടാവും. വളരെ പിന്നെ അതായത് രണ്ടും ഒരാളായി മാറുന്നു എന്നുള്ള രീതിയിലാണ്, രണ്ടുപേർക്കും ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലൈമാക്സിൻ്റെ പോസ്റ്റേഴ്സാണ് നമ്മൾ അതിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ നമുക്ക് വേറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാം വളരെ സൗമ്യനായ ഒരാളായിട്ടാണ് ബലരാമൻ. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കൊന്നും ഭയങ്കരമായ വിഷമത്തിൻ്റെ ഏറ്റവും അത്യുന്നതമായ നില സന്തോഷമാണെന്ന് പറയുന്ന പോലെ ഇയാൾക്ക് ഏറ്റവും ഒരു ഭയമോ അല്ല അയാൾ എന്തിനെ ഭയന്നിരുന്നു അത് മുഴുവൻ ധൈര്യമായിട്ട് മാറുകയും അയാൾക്ക് രക്ഷപ്പെട്ടേ മതിയാകുള്ളൂ എന്നുള്ള രീതിയിലേക്ക് പോകുന്നതിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ ആ സമയത്തുള്ള സ്റ്റിൽസുകളാണ് ഈ പോസ്റ്റേഴ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു എനർജി തരുന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റിൽസ് തന്നെയാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പാല ഈരാറ്റുപേട്ട റോഡ് നല്ല ബെസ്റ്റ് റോഡാ. മഴ എത്ര പെയ്തു, വെള്ളം എത്ര പൊങ്ങി, ഇപ്പോഴും മാർബിള. നാളെ മുതൽ നമ്മൾ അവിടുന്ന് ഈറ്റ വിട്ടു എന്ന് തീരുമാനിച്ചാ നടക്കോ? നടക്കില്ല. കാരണം പാലയിൽ ഈറ്റയില്ല. അതാണ് ഈറ്റ ഉള്ളിടത്തേക്ക് നമ്മൾ ചെല്ലണം. അല്ലാതെ നമ്മളിങ്ങനെ മീശ പിരിച്ച ഈറ്റ ഇങ്ങോട്ട് വരില്ല. കൊറേ നേരമായിട്ട് നീ നിന്നങ്ങ് പൊലിക്കണല്ലോ. കേറ്റിയ ലോഡ് തിരിച്ചുകൊണ്ടിട്ടിട്ട് ചോര വറങ്ങാൻ നോക്ക്, ഇല്ലെങ്കിൽ പുകച്ചു കളയും ഞാൻ. പോയക്കാൻ ഞങ്ങളെന്താ കുന്തിരിക്കോ? പോടാ. ഈ ഓരോരോ സിനിമയുടെ ഘട്ടത്തിലും അപ്രതീക്ഷിതമായിട്ടാണ് ഓരോരോ ക്യാരക്ടേഴ്സ് വരുന്നത്. ഇപ്പോൾ തലൈവാസൽ ചെയ്യുക, അതൊക്കെ ജനം പ്രതീക്ഷിക്കുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ എങ്ങനെ വരും? അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു മുൻവിധി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഒരു സംവിധായകൻ്റെ നല്ലൊരു തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഈ സിനിമയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ ഒരു മലയാള സിനിമയിൽ ഒരു തമിഴ്, തെലുങ്ക് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയ്ക്ക് അങ്ങനെ ഒരു ഭാഷയൊന്നും ആവശ്യമില്ല. ഒരുപാട് സ്ഥലത്ത് സബ് ടൈറ്റിൽ നമ്മൾ ചെയ്തിട്ടില്ല. സിനിമയുമായിട്ട് ഇഴുകിച്ചേരുമ്പോൾ അവർക്ക് ആ കഥ മനസ്സിലാകുന്നു. അടുത്തത് എന്താണ്? അതാണ് ഇപ്പോൾ ഈ തലൈവാസൽ വിജയ് ആദ്യ സമയത്ത് വരുമ്പോൾ മലയാളത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാം. സിനിമയുടെ വളരെ ശക്തമായ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മളത് മനഃപൂർവ്വം തമിഴിലേക്ക് മാറ്റുകയായിരുന്നു. കാരണം ആൾക്കാർക്ക് ഒരു ഭാഷയല്ല, അതിൻ്റെ ആള് കാര്യങ്ങളൊക്കെ. തെലുങ്ക് എന്ന് പറയുന്നതൊക്കെ വളരെ ഒരുപാട് പാട്ടുണ്ട്, തെലുങ്ക് പാട്ട്. ഒരു സിനിമയിൽ അങ്ങനെ ധൈര്യപൂർവ്വം നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കില്ല. ആ പ്രമേയത്തിൻ്റെ ശക്തി തന്നെയാണ്. മാത്രമല്ല ഇതിൽ ആ മ്യൂസിക് ആയാലും. അപ്പോൾ ഇത് ശരിക്കൊരു ഒരു സിനിമയ്ക്ക് വേണമെങ്കിൽ ചിന്തിക്കാതെ ഒരു റെവല്യൂഷൻ ഈ സിനിമയ്ക്കകത്തുണ്ട് ഭാഷകളുടെ. എന്തടി എന്തടി പനങ്കിളിയെ നിന്റെ ചുണ്ടത്തെ ചുണ്ടപ്പൂ